ഫെങ്ഷുയി പ്രകാരം പഞ്ചഭൂതങ്ങളുടെ 5 എലമെന്റ്സിന്റെ ഒരു തിയറിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെന്റ് ആണ്. അപ്പോൾ വാട്ടർ എലമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന സംഭവമാണ് അക്വേറിയം എന്ന് പറയുന്നത്. ഈ അക്വേറിയം ദിശ മാറിയാണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും 8ന്റെ പണി നമുക്ക് അതുമൂലം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം നിങ്ങളുടെ വീടിന്റെ യഥാസ്ഥാനത്താണ് നിങ്ങളുടെ അക്വേറിയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ തൊഴിലും നല്ല രീതിയിൽ മുന്നോട്ട് വളരുകയും നാൾക്ക് നാൾ അതിൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2 ഡയറക്ഷൻസും ഇതിൻ്റെ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു എലമെന്റിനെ നന്നാക്കുകയും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ നശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സൈക്കിൾ ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന് ഫെങ്ഷുയി പ്രകാരം സൗത്ത് ഡയറക്ഷനിൽ ഫയർ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ തിയറി. അപ്പോൾ ആ ഫയർ ഇരിക്കേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു വീടിൻ്റെയും ഏതൊരു റൂമിൻ്റെയും ഏതൊരു കെട്ടിടത്തിൻ്റെയും ഏതൊരു ഓഫീസിൻ്റെയും സൗത്ത് ഡയറക്ഷൻ ഫയർ എനർജിയാണ്. അപ്പോൾ നമുക്ക് ഈ ഫയർ എനർജി ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് അവിടെ ഒരു റെഡ് കളർ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫീനിക്സ് ബേണിന്റെ ചിത്രം വെക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സണ്ണിന്റെ സിമ്പിൾസ് അവിടെ വെക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിക്ടറി ഹോഴ്സ് വെക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സൗത്ത് ഡയറക്ഷനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെങ്ഷുയി ഉപയോഗിക്കും. അതേസമയം നിങ്ങൾ ഈ സൗത്ത് ഡയറക്ഷനിൽ നിങ്ങൾ ഒരു അക്വേറിയം അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടൻ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ നിൽക്കുന്ന എലമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ്, അതായത് അഗ്നിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെന്റ് ആണ്. അപ്പോൾ വാട്ടർ എലമെന്റ് സൗത്ത് ഡയറക്ഷനിൽ വരുന്നു. വാട്ടർ എലമെന്റ് സൗത്ത് ഡയറക്ഷനിൽ വരുമ്പോൾ ഉറപ്പായിട്ടും അഗ്നി ഇരിക്കേണ്ട സ്ഥലത്ത് ജലം വരുമ്പോൾ ആ അഗ്നി കെട്ടുപോകും. അഗ്നി കെട്ടുപോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടുത്തെ പേരും പ്രസിദ്ധിയും പെരുമയും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു കാരണവശാലും സൗത്ത് ഡയറക്ഷനിൽ അക്വേറിയം വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ വീടിന് പുറത്ത് തെക്ക് വശത്ത് ഒരു കുഴിയെടുത്ത് അതിനകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ടിട്ട് അവിടെ മത്സ്യകൃഷികൾ ചെയ്യുന്നതൊക്കെ ഉണ്ട്. പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വീഡിയോകളിലും ഞാൻ സൗത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, സൗത്തിൽ നമുക്കൊരു വലിയ ഹെവി ആയിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഏരിയയിൽ മീൻ വളർത്തുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മൾ അത് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. എന്താണ് കാര്യമെന്ന് അറിയുന്നില്ല, നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഇപ്പോൾ കാര്യം മനസ്സിലായത് എന്ന് പറഞ്ഞ് ഇത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും സൗത്ത് ഡയറക്ഷനിൽ നമുക്ക് വെള്ളം പാടില്ല. ഇനി ഇത് എവിടെ വയ്ക്കാം? ഫെങ്ഷുയി പ്രകാരം വെള്ളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നോർത്താണ്. അപ്പോൾ നോർത്ത് ഭാഗത്ത് നമുക്ക് വെള്ളം വയ്ക്കാം. അപ്പം നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ നോർത്തിലോ വീടിന്റെ പുറത്ത് നോർത്തിലോ നമ്മളൊരു ഫൗണ്ടൻ അല്ലെങ്കിൽ ഒരു അക്വേറിയം വെച്ച് വർക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധി നമുക്കുണ്ടാവും. അപ്പം ഫെങ്ഷുയിയുടെ തിയറി അനുസരിച്ചിട്ട് നോർത്ത് ഭാഗത്ത് വരുന്ന വടക്ക് ദിക്കിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെന്റ് ആണ്. ആ വാട്ടർ എലമെന്റിനെ നിങ്ങൾ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ചലിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ട് റിസൾട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ അവിടെ ഒരു അക്വേറിയം വെച്ചിട്ട്, നോർത്ത് ഭാഗത്ത് ഒരു അക്വേറിയം വെച്ചിട്ട് അതിനകത്ത് ഒരു അരോന മത്സ്യം കൊണ്ട് വളർത്തുകയാണെങ്കിൽ വളരെ വളരെ വലിയൊരു റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയി പ്രകാരം സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫെങ്ഷുയിയുടെ ചില ടൂളുകൾ നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു പേരും പ്രസിദ്ധിക്കും വേണ്ടിയിട്ട് നമുക്കൊരു വിക്ടറി ഹോഴ്സ് വെക്കാന്ന് പറഞ്ഞു. ഇതാണ് വിക്ടറി ഹോഴ്സ്. ഇത് നമുക്ക് വെക്കുന്നത് സൗത്ത് ഡയറക്ഷനിലാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു ഡോറിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഇനി അരോന മത്സ്യത്തിന്റെ ലൈവ് നിങ്ങൾക്ക് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ അരോന മത്സ്യത്തിന്റെ സ്റ്റാച്ചു വെക്കുന്നതും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.